ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഒരു ഫേസ് ഷേവിംഗ് ലുക്കിനെ പറ്റിയിട്ടാണ്. ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ ഷേവ് ചെയ്യുന്നതിന്റെ ബിഫോർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇതിന്റെ ആഫ്റ്റർ കെയർ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് ഇരുന്ന് കാണാം, ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതിന്റെ ഫസ്റ്റ് ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഫേസിലെ ഹെയർ റിമൂവ് ചെയ്യുമ്പോൾ ഈ ലൈറ്റ് ഉണ്ടല്ലോ, അത് നമ്മുടെ ഫേസിൽ നല്ല രീതിയിൽ റിഫ്ലക്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ ഫേസിന് ഒരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഗ്ലോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യും, ഫീൽ ചെയ്യും. നിങ്ങളിപ്പോൾ മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, നമ്മൾ ഫേസ് ഷേവ് ചെയ്തിട്ട് മേക്കപ്പ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു സ്മൂത്ത് സ്കിന്നിൽ നമുക്കൊരു മേക്കപ്പ് ചെയ്യുന്ന എഫക്റ്റ് കിട്ടും. നല്ല മേക്കപ്പ് കേക്ക് ആവാൻ നല്ല പെർഫെക്റ്റ് ഫിനിഷിൽ നമുക്ക് മേക്കപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതിലൊരു മെയിൻ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഫേസ് ഷേവ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിലുള്ള ഡെഡ് സെൽസ് നല്ല രീതിക്ക് റിമൂവ് ആയിപ്പോൾ. അപ്പോൾ അതുവഴി നമുക്കിപ്പോൾ സ്കിന്നിൽ പിഗ്മെന്റേഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാനും സ്കിന്നിന് കുറച്ചും കൂടി ബ്രൈറ്റർ ആൻഡ് ഗ്ലോയി ഫേസ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫേസ് ഷേവ് നമ്മൾ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ ഫേസിൽ ഇപ്പോൾ ഫോർഹെഡ്, അതുപോലെ ഈ ഒരു അപ്പർ ലിപ്പിന്റെ ഈ ഒരു ഏരിയയൊക്കെ നല്ല കട്ടിയുള്ള ഹെയർസ് ഉള്ളതെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഫേസ് ഷേവിനേക്കാളും ത്രെഡിങ് ചെയ്യുന്നതിന് കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷൻ. അതായത് നമ്മളിപ്പോൾ ഫേസ് ഷേവിങ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ടോപ്പ് ലെയറുള്ള ഹെയർ മാത്രം റിമൂവ് ആയി പോകുന്നുള്ളൂ. ആ റൂട്ട് അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പം നമ്മളിപ്പം ഷേവ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ റൂട്ടിന്റെ ഹെയർ പിന്നെ മേലോട്ടേക്ക് വളർന്നു വരുമ്പോൾ കുറച്ചും കൂടി തിക്കായിട്ട് വളരുന്ന പോലത്തെ ഒരു ഫീൽ നമുക്കുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ തിക്ക് ഹെയർസ് ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഫേസ് ഷേവിങ്ങിനെക്കാളും ത്രെഡിങ് ആയിരിക്കും ഒരു ബെറ്റർ ഓപ്ഷൻ. പിന്നെ ഞാനിപ്പം ഏകദേശം 2 ഇയർ ആയിട്ട് ഈ ഫേസ് ഷേവിങ് ചെയ്ത് വരുന്ന ഒരാളാണ്. എനിക്ക് ഇതുവരെ അങ്ങനെ ഇറിറ്റേഷൻസ്, അലർജീസ് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം നിങ്ങളിപ്പോൾ ഒരു സെൻസിറ്റീവ് സ്കിന്നൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഫുൾ ഫേസ് ഷേവ് ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു സൈഡിലുള്ള ഏരിയകളൊക്കെ ചെറിയ രീതിയിൽ ഷേവ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് ഓക്കെ ആണോ, സൂട്ടബിൾ ആണോ എന്നൊക്കെ ഉള്ളതൊക്കെ കൺഫേം ചെയ്തിട്ട് മാത്രം എന്ത് ചെയ്യുക, ഷേവ് ചെയ്യാം. അപ്പം നമുക്കിനി ഫേസ് ഷേവ് ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് എന്ന് വെച്ചാൽ, നമ്മൾ ഫേസ് ഷേവ് ചെയ്യുന്ന അവരുടെ അല്ലെങ്കിൽ കുറച്ച് അവേഴ്സ് മുന്നേ നമ്മൾ കെമിക്കൽ എക്സ്ഫോളിയേറ്റ്സ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. അതിപ്പോൾ ഫിസിക്കലാവാം അല്ലെങ്കിൽ കെമിക്കൽ സ്ക്രബ്സും കാര്യങ്ങളൊക്കെ ആവും. ഒന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, സ്കിന്നിൽ യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല. അപ്പോൾ നമ്മൾ കെമിക്കൽ പ്രൊഡക്റ്റ് ഫേസ് ചെയ്യുന്നതിന് മുന്നേ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് സ്കിന്നിൽ നല്ല രീതിയിൽ ഇറിറ്റേഷൻസ് ഉണ്ടാക്കാനും പിഗ്മെന്റേഷൻസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഫേസ് ഷേവ് ചെയ്യുന്ന ആ ഒരു ഡേ ഈ കെമിക്കൽ എക്സ്ഫോളിയേറ്റർ, ഈ സ്ക്രബും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാം. നിങ്ങളിപ്പോൾ ചെയ്യേണ്ട നിർബന്ധമാണെങ്കിൽ ഇപ്പോൾ ഫേസ് ഷേവ് ചെയ്യുന്നതിന് ഒരു ദിവസം മുന്നേ ഒക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്തരത്തിലുള്ള സ്ക്രബും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. ഇനി സെക്കൻഡ് നമ്മൾ മെയിൻലി അവോയ്ഡ് ചെയ്യേണ്ട മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരിക്കലും ഡ്രൈ സ്കിന്നിൽ കൊണ്ടുപോയിട്ട് ഫേസ് ഷേവ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഡ്രൈ സ്കിന്നിൽ കൊണ്ടുപോയി ഷേവ് ചെയ്യുകയാണെങ്കിൽ അത്ര രീതിക്ക് നമ്മൾ ആ റേസർ ഗ്ലൈഡ് ചെയ്ത് വരില്ല. അപ്പം നമുക്ക് അത് മാത്രമല്ല, ഈ ഫേസിലൊക്കെ ചെറിയ രീതിയിൽ കട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനൊക്കെ നല്ല രീതിയിൽ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പം ഒരു മോയ്സ്ചറൈസർ അല്ലെങ്കിൽ ഓയിൽ, അലോവേര ജെൽ, വാട്ടവർ നിങ്ങളിപ്പോൾ കയ്യിൽ എന്താണോ, നിങ്ങൾക്കിപ്പോൾ സ്കിന്നിന് ജസ്റ്റ് ഒരു മോയ്സ്ചർ കൊടുക്കാൻ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ എന്താണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് മാത്രം എന്ത് ചെയ്യുക, ഫേസ് ഷേവിങ് ചെയ്യാം. നമ്മുടെ റൈസർ നല്ല സ്മൂത്തായി ഗ്ലൈഡ് ചെയ്യാനും നമുക്ക് ഈസിലി കട്ട്സും കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് ഫേസ് ഷേവിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്ത് നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്ന മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ സ്കിന്നിൽ നല്ല രീതിക്ക് പിമ്പിൾസ് ഉള്ള ആൾക്കാരാണെങ്കിൽ ആ ഒരു ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫേസ് ഷേവിങ് അവോയ്ഡ് ചെയ്യണം. ഇല്ലെങ്കിൽ ആ പിമ്പിൾസ് കൂടാൻ വേണ്ടിയിട്ട് അതൊരു കാരണമാവും. അതുപോലെ നിങ്ങൾക്കിപ്പോൾ ഹൈലി സെൻസിറ്റീവ് സ്കിന്നിലെ ആൾക്കാരാണെങ്കിലും ഈ ഒരു ഫേസ് ഷേവിങ് ഒഴിവാക്കുന്നതായിരിക്കും ബെറ്റർ. ഇപ്പോൾ നിങ്ങളുടെ ഫേസിൽ ചെറിയ രീതിക്കുള്ള പിമ്പിൾസും കാര്യങ്ങളൊക്കെ ഉള്ളുവെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ആ ഒരു ഏരിയ അവോയ്ഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ബാക്കി ഏരിയ ഷേവ് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ ഒരു പിമ്പിൾ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ഒരു ഏരിയ അവോയ്ഡ് ചെയ്തിട്ട് ഇതിന്റെ സറൗണ്ടിങ്ങുള്ള ഏരിയയും ബാക്കി ഏരിയസ് നമ്മൾ എന്ത് ചെയ്യാം, ഷേവ് ചെയ്യാം. അപ്പോൾ ഓൾവേസ് നിങ്ങൾ ഈ ഒരു കാര്യം റിമെമ്പർ ചെയ്തിരിക്കണം, പിമ്പിൾസിന്റെ മേലെ കൊണ്ടുപോയിട്ട് ഷേവ് ചെയ്യാൻ പാടില്ല. ഇനി അടുത്ത് നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഫേസ് ഷേവ് ചെയ്യുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക, നല്ല മൂർച്ചുള്ള റേസേഴ്സ് യൂസ് ചെയ്യുക. നിങ്ങളിപ്പോൾ ഒരുപാട് തവണ യൂസ് ചെയ്ത് റേസേഴ്സ് വെച്ചിട്ട് വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഷേവ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ വിചാരിക്കും മൂർച്ച കുറഞ്ഞ റേസർ ആകുമ്പോൾ അങ്ങനെ മുറിവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ അതൊരു തെറ്റായ ധാരണയാണ്. ഇപ്പം മൂർച്ച കുറഞ്ഞ റേസർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അത്ര നല്ല രീതിക്ക് ആ ഹെയർ ഒന്ന് റിമൂവ് ആയി വരില്ല. നമ്മൾ നല്ല ഫോഴ്സ് കൊടുക്കേണ്ട ഹെയർ റിമൂവ് ചെയ്യും. അപ്പോൾ ആ ഒരു ടൈമിലാണ് നമുക്ക് ഹെയറിൽ കട്ടും കാര്യങ്ങളൊക്കെ വരിക. അതേസമയം ഞങ്ങളിപ്പോൾ നല്ലൊരു മൂർച്ചയുള്ള റേസർ എടുക്കുന്നെങ്കിൽ നല്ല ഈസി ആയിട്ട് ആ ഹെയറും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, റിമൂവ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു റേസർ യൂസ് ചെയ്തിട്ട് തന്നെ വീണ്ടും ഒരുപാട് തവണ ഷേവ് ചെയ്യരുത്. വൺസ് അതിന്റെ ആ ഒരു മൂർച്ച പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ അത് മാറ്റിയിട്ട് പുതിയ റേസർ യൂസ് ചെയ്തിട്ട് വേണം പിന്നെ ഷേവ് ചെയ്യാൻ. പിന്നെ നമുക്ക് എങ്ങനെ ഫേസ് ഷേവ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഷേവ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഫേസ് നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്തിരിക്കണം. അപ്പോൾ ക്ലെൻസ് ചെയ്യുമ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ക്ലെൻസർ ഹാർഷ് അല്ലെങ്കിൽ കെമിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ക്ലെൻസറൊന്നും യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല. നിങ്ങളൊരു മൈൽഡ് ഫേസ് വാഷ് യൂസ് ചെയ്യാം. കാരണം നമ്മളിപ്പോൾ ഫേസ് ഷേവ് ചെയ്യുന്നത് അത് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്ഫോളിയേഷൻ ആണ്. നമ്മുടെ ആ ഒരു ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് വരാൻ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങളുടെ ഈ കെമിക്കൽ അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ക്ലെൻസേഴ്സ് കൂടെ യൂസ് ചെയ്യുമ്പോൾ അത് നമ്മുടെ സ്കിന്നിൽ ഒരു ഓവർ കെമിക്കൽ എഫക്റ്റ് പോലെ ഫീൽ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇറിറ്റേഷൻ കാര്യങ്ങളൊക്കെ വരും. നമ്മളിപ്പം ഫേസ് ഷേവ് ചെയ്യുന്നതിന് മുമ്പ് മസ്റ്റായിട്ടും ഒരു ജെന്റിൽ ആയിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് വേണം ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ സ്റ്റെപ്പ് നമ്പർ 2 എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഫേസിൽ മോയ്സ്ചറൈസർ, അലോവേര ജെല്ല് അല്ലെങ്കിൽ ഓയിൽ അല്ലെങ്കിൽ ഷേവിംഗ് ബാംസ് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ഇപ്പം ഞാൻ മുമ്പൊക്കെ ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. കറന്റ് ഞാൻ ഫേസ് ഷേവിംഗ് ബാമാണ് യൂസ് ചെയ്ത് വരുന്നത്. അപ്പം ഞാനിപ്പോൾ ഓൾറെഡി ഫേസ് വാഷ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കാർമസിയുടെ ഈ ഒരു ഫേസ് ഷേവിംഗ് ബാമും അതേപോലെ തന്നെ കാർമസിയുടെ ഈ ഒരു റേസറുമാണ്. ഞാൻ ആദ്യമൊക്കെ ഈ ഒരു റേസർ, ഇത് രൂപക്ക് 3 വരുന്ന ഒരു കോംബോ പാക്കായിട്ട് വരുന്ന ഒരു റേസറിന്റെ സെറ്റാണ്. നമുക്ക് ഇത് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് അത്ര ഈസി ആയിട്ട് ഫേസ് ഷേവ് ചെയ്യാൻ പറ്റുന്ന പോലെ ഫീൽ ചെയ്തിട്ടില്ല. ചിലപ്പം
കട്ട്സും കാര്യങ്ങളൊക്കെ ഈ ഒരു റേസർ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് വരാറുണ്ട്. അപ്പം ഇത് രണ്ടും വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് കുറച്ചും കൂടി ഈസിയും കംഫർട്ടബിൾ ആണ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇങ്ങനെ കുറച്ചൊരു ചീർന്നിട്ടാണ് ഇതിൻ്റെ ഈ ഒരു റേസറിൻ്റെ ഭാഗം വരുന്നത്. അപ്പം നമുക്ക് നല്ല രീതിയിൽ ഇങ്ങനെ ഫേസ് ഷേവ് ചെയ്യാനൊക്കെ കുറച്ചും കൂടി കൺവീനിയൻറ്റ് മറ്റേതിനെ അപേക്ഷിച്ച് ഈ ഒരു റേസറാണ്. ഫേസ് ഷേവ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും റേസർ ഒരു 45 ഡിഗ്രി ആംഗിളിൽ തിരിച്ച് വെച്ചിട്ട് വേണം ഫേസ് ഷേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരിക്കലും നിങ്ങളിങ്ങനെ റേസർ സ്ട്രൈറ്റ് ആയി വെച്ചിട്ട് ഇത് ഷേവ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഫേസ് ഷേവ് ചെയ്യുമ്പോൾ നമ്മൾ സെക്ഷൻ വൈസ് ആയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു ബിഗിനറാണ്, നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ഫേസ് ഷേവ് ചെയ്യുന്ന ആളാണെങ്കിൽ ടൈം എടുത്ത് മെല്ലെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഈ മുറിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കെയർഫുൾ ആയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ഈ ഒരു കവളാണ് ഷേവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ഫേസ് ഷേവിങ് ബാം അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിൽ ഒരു ജെൽ കൺസിസ്റ്റൻസിയാണ് ഇതിന് വരുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ ഒരു ബാം നല്ല രീതിക്ക് എന്ത് ചെയ്യാം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതാ നമ്മുടെ സ്കിന്നിനെ എന്താണ് മേലോട്ടേ കുറച്ച് പുഷ് ചെയ്ത് പിടിച്ചിട്ട് വേണം ഫേസ് ഷേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ റേസർ എന്താണ് തിരിച്ച് പിടിക്കണം. നിങ്ങളിപ്പം അപ്പർ ലിപ്പിന്റെ ഏരിയയിൽ ചെയ്യുമ്പോൾ നമ്മൾ നാവ് കൊണ്ട് എന്താണ് ഇങ്ങനെ പുഷ് ചെയ്ത് പിടിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ ഐബ്രോസിന്റെ ഏരിയ ഷേവ് ചെയ്യുമ്പോൾ നല്ല കെയർഫുൾ ആയിട്ടാണ് ചെയ്യാൻ. അല്ലെങ്കിൽ ഐബ്രോസ് ഒക്കെ കട്ടായി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഏരിയ നിങ്ങൾ നല്ല എക്സ്ട്രാ കെയർ കൊടുത്താണ് ചെയ്യാൻ വേണ്ടി. ഞാനിപ്പോൾ എൻ്റെ ഫേസ് ഫുള്ളായി ഷേവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫേസ് വാഷ് ചെയ്തിട്ട് വരാം. ഫേസ് ഷേവ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസ് നല്ല സ്മൂത്തും നല്ല ഗ്ലോയും ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ആഫ്റ്റർ കെയർ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫേസിൽ ഒരു സൂത്തിങ് അങ്ങനെ ഒരു കാമിങ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്, ഇപ്പോൾ അലോവേറ ജെല്ല് അല്ലെങ്കിൽ മോയ്സ്ചറൈസർ അങ്ങനെ എന്തെങ്കിലും പ്രൊഡക്റ്റ് എടുത്തിട്ട് ഫേസിൽ നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് പോൺസിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസറാണ്. ഇത് നമുക്ക് ഫേസിൽ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഫേസ് ഷേവിങ് രാത്രി ചെയ്യാൻ പാടുള്ളൂ, രാവിലെ ചെയ്തുകൂടാ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് ഏത് ടൈം വേണമെങ്കിലും ഈ ഫേസ് ഷേവിങ് ചെയ്യാം. പക്ഷെ നിങ്ങളിപ്പോൾ രാവിലെ ചെയ്തിട്ട് നിങ്ങളിപ്പോൾ വെയിലത്തോടൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. അപ്പം ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ.